ഫാക്കൽറ്റിയുടെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അസിസ്റ്റൻറ്റ് വാർഡന്മാർ, അതിന് കീഴിലാണ് ഹോസ്റ്റൽ ട്യൂട്ടർ, അതിന് ഹോസ്റ്റൽ കമ്മിറ്റി. ആ ഹോസ്റ്റൽ കമ്മിറ്റിയിൽ കുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡീൻ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ വരുന്നതാണ്. അപ്പോൾ വാർഡൻ എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഡീൻ ഈസ് ഓൾസോ എ വാർഡൻ ഓഫ് ദി ഹോസ്റ്റൽ. വാർഡൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല, വാർഡൻ വേറൊരു ഭാഗമാണ്. അപ്പോൾ ഹോസ്റ്റൽ വേറെ, വാർഡൻ താമസിക്കുന്നത് വേറെ. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ മലയാളികൾക്ക് ഒരു സംശയമുണ്ട്, വാർഡൻ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നിട്ടും അറിഞ്ഞില്ല എന്നുള്ളത്. വാർഡൻ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 500 മീറ്ററെങ്കിലും അകലെയാണ് ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റലിൽ വാർഡൻ താമസിക്കുന്നില്ല. ചാർജുള്ള ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് അസിസ്റ്റൻറ്റ് വാർഡനാണ്. ആ അസിസ്റ്റൻറ്റ് വാർഡനാണ് ക്യാമ്പസിൽ താമസിക്കണമെന്നുള്ളൂ. അദ്ദേഹം അവിടെ താമസിക്കുന്നില്ല. താമസിക്കേണ്ടത് റെസിഡൻറ്റ് ട്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് തന്നെ താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് റെസിഡൻറ്റ് ട്യൂട്ടറെ യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല. ഹോസ്റ്റൽ മാനേജർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്, അത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല. ഹോസ്റ്റലിലെ സെക്യൂരിറ്റി ഉണ്ട്, അത് നമ്മളൊക്കെ ആവശ്യപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സംഘർഷമില്ലാതെ നടക്കുന്ന ഹോസ്റ്റലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഒരു സെക്യൂരിറ്റി പ്രോബ്ലമായി മാറി. ട്യൂട്ടറിൻ്റെ അഭാവമുണ്ട്, അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാർഡൻ എന്ന് പറയുന്നത് ഒരിക്കലും ഹോസ്റ്റലിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഡീനാണ്. ഡീൻ അതിൻ്റെ അക്കാഡമിക് ഹെഡാണ്. നടപടി എടുത്തിട്ടുണ്ട്. ഡീൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് 2024 ഫെബ്രുവരി 18-നാണ്. അന്ന് CMൻ്റെ പരിപാടിക്ക്, മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റൻറ്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അദ്ദേഹം കോഴിക്കോട് നിന്ന് എന്നെ 1:40 വിളിച്ച് പറഞ്ഞു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഉടനെ ഞാൻ ഇവിടുന്ന് പോയി ചെന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ ആംബുലൻസ് പോലീസിനെയൊക്കെ അറിയിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു തൂങ്ങി മരണമാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. മുകളിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് സംഭവിച്ചതെന്ന് ഉടനെ ആണ് സംഭവിച്ചിട്ടുള്ളത്, ഞങ്ങൾ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇത് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസുകാരനോട് ചോദിച്ചു നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ പോലീസും ഇവിടെ വന്നു. ആംബുലൻസ് ഇങ്ങോട്ട് പോന്നു, പോലീസ് ഹോസ്റ്റലിലെത്തി. അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് അവിടുത്തെ കുട്ടികൾ 130ഓളം കുട്ടികളുണ്ടല്ലോ. ആ 130ഓളം കുട്ടികൾ ഇതുവരെ പറഞ്ഞില്ല. ആണ് പറയണം. പുറത്തുനിന്നല്ല, ക്യാമ്പസിലുള്ള ആൾ വീട്ടിലിരിക്കല്ലേ. ക്യാമ്പസിലുള്ള ആൾ ഡീൻ്റെ പണി എല്ലാ ദിവസവും പോയിട്ട് സെക്യൂരിറ്റി സർവീസ് അല്ല. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീൻ എങ്ങനെ അറിയാം? വേറെ ആരും വന്ന് പറയണ്ടല്ലോ. അവിടുത്തെ അധ്യാപകർ പറയാം, മറ്റു കുട്ടികൾ അറിയാം. അപ്പൊ ഇവരുമായിട്ട് ആർക്കും ഡീന് ബന്ധമില്ലേ? ആ കുട്ടികൾക്ക് ഡീനുമായിട്ട് ബന്ധമുണ്ടല്ലോ, അവർ പറഞ്ഞില്ലല്ലോ. അവിടെ കൂടെ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നു. ഒരാൾക്ക് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു, എല്ലാവരും മിണ്ടാതെ നിന്നിട്ട് ഇതിൻ്റെ ചാർജുള്ള വൈസ് ചാൻസലർ പറയുന്നതോ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന പോലെയുള്ളത്. ഞാനിതിൻ്റെ ചാർജുള്ള ആളാണ്. ഈ ചാർജുള്ള ആൾ ഒരാളെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെല്ലും. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ഈ ദിവസം നമുക്ക് ഔദ്യോഗിക വാഹനം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു കുട്ടിയുടെ വാഹനത്തിലാണ് ഞാൻ ആംബുലൻസിനെ ഫോളോ ചെയ്ത് ആശുപത്രിയിൽ ചെന്നു. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർ പരിശോധിച്ചു, മരണം സ്ഥിരീകരിച്ചു. അന്ന് ഞാനുണ്ട്, ഇത് അവിടെ കുട്ടികളുണ്ട്, മറ്റും മാഷന്മാരുണ്ട്. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ, മരണം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ കോണ്ടാക്ട് പേഴ്സണാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഷിബു. അപ്പോൾ നമുക്ക് ഷിബുവിനെ അറിയിക്കണം, കൃഷ്ണകാന്ത് ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നടപടി എന്താണ് വേണ്ടതെന്നുള്ളത്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അത്
ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവിടുത്തെ കുട്ടി എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിന് നമ്പർ നമുക്ക് വേണം. കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന കുട്ടികളാണ്, അല്ലാതെ ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞ് നിങ്ങളെ അറിയിക്കുന്നതല്ല. കൃഷ്ണകാന്ത എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ് ഈ സിദ്ധാർത്ഥൻ്റെ ഫസ്റ്റ് ഇയർ അഡ്മിഷന് ഈ അമ്മാവൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണകാന്തിനാണ് ഫോൺ നമ്പർ അറിയുക. ഫോൺ നമ്പർ അറിഞ്ഞ ഉടനെ തന്നെ കൃഷ്ണകാന്ത് വിളിച്ചു. ആ ഫോൺ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഇതിന് മുന്നേ ഒരു ദാരുണ സംഭവം ഈ ക്യാമ്പസിൽ നടന്നു. സജീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു. മിംസിൽ കൊണ്ടുപോയി. ഞങ്ങളവിടെ പോയി. അദ്ദേഹം ICUവിൽ കിടന്നാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ ഞാനവിടെ എത്തിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് ഇവരുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഗുരുതരാവസ്ഥയിലാണ്, നിങ്ങൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു. വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ അച്ഛൻ അവിടെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ മരിച്ചു, ഇനി നിങ്ങൾ അതിനും കൂടിയുള്ള സൗകര്യം കൂടി കൂട്ടി വരണം. അപ്പോൾ അവരെന്ത് ചെയ്തു, അമ്മയെ അവർ ബന്ധുവീട്ടിലാക്കിയിട്ട് ഇവരിവിടെ 4 മണിക്ക് എത്തുന്നതിന് മുന്നേ അമ്മ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എനിക്ക് അനുഭവമുണ്ട്, ഞാനിത് ചെയ്തതാണ്. അപ്പോൾ ഇതിലൊരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്തു, ഏറ്റവും പരിചയമുള്ള ആളെ കൊണ്ട് ഇത് അറിയിച്ചു. അല്ലാതെ വേറൊരു തരത്തിലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് മരണങ്ങൾ അറിയിക്കുക. ഈ അമ്മാവനായിട്ടുള്ള ഷിബു തന്നെ അല്ല, ഞാൻ പറയട്ടെ, അമ്മാവനായിട്ടുള്ള ഷിബു അദ്ദേഹത്തിൻ്റെ അച്ഛനെ അറിയിച്ചത് ഇതുപോലെയാണ്. കാരണം മകൻ മരിച്ചത് ഇതൊരു മാനുഷിക പരിഗണനയുടെ കാര്യമാണ്. അതായത് ഇത് കുട്ടികളെ അറിയിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ 6 മണിക്ക് വന്നപ്പോൾ അവർക്ക് ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. 10 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ വന്നു. ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കാനുള്ള സൗകര്യം, ഫ്രഷ് ആവാനുള്ള സൗകര്യം, ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഭക്ഷണം, അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അറിയിക്കാൻ ഉണ്ടായ കാരണം ഈ കൃഷ്ണകാന്തിനെ ഏൽപ്പിച്ചതിൻ്റെ കാരണവും ഞാൻ അവരെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ മരിച്ചപ്പോൾ ഇതെല്ലാം ഡീൻ ചെയ്യണം എന്ന് വാശി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. മരണം അറിയിച്ചു, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറിയിക്കാം. ഇത് ഞാനേ ഏൽപ്പിച്ച കുട്ടിയാണ്. ഞാൻ ഡീൻ എന്ന നിലയ്ക്ക് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറാണ്. അയാൾ പാസ്സായ ഡോക്ടറാണ്, അയാളുടെ നാട്ടുകാരനാണ്, അയാളുമായിട്ട് അമ്മാവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ അറിയിച്ചു. അല്ലാതെ ഡീൻ ഇതിൽ നിന്ന് അറിയിക്കാൻ വൈകി എന്ന് പറയുമ്പോൾ ഡീനിന് ഡോക്ടറെ കാണണ്ടേ, ഡീനിന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണ്ടേ, ഡീൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ FIR ഇടാനുള്ള മൊഴി കൊടുക്കാനുള്ള കുട്ടികൾ വരണ്ടേ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിലാണ് ഉണ്ടായത്. അല്ലാതെ വേറൊരു തരത്തിലുള്ള അതായത് 18-ാം തീയതി ഈ സംഭവം നടക്കുന്നത് 1:40-ന്, അതിനുശേഷം 2 മണി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മരണം സ്ഥിരീകരിക്കുന്നു, മോർച്ചറിയിലേക്ക് മാറ്റുന്നു, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, മൊഴി കൊടുക്കുന്നു, FIR ഇടുന്നു. FIR ഇടുന്നതിന് ഇവിടുത്തെ കുട്ടികൾ വരണം, കണ്ട കുട്ടികൾ വരണം, അവരെ വിളിച്ചു വരുത്തുന്നു. FIR ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ ഫ്രീസർ സൗകര്യമില്ല. ഇൻക്വസ്റ്റ് നടത്തണമെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സ് വേണം. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത ആംബുലൻസ് വിളിച്ച് ബത്തേരിയിലുള്ള ഫ്രീസറുള്ള മോർച്ചറിയിലേക്ക് മാറ്റി. അവിടെ മാറ്റാനും ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു. 6:45 മോർച്ചറിയിലെത്തിയത്. അവിടെ അത് സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോലീസിൻ്റെ വഴി നടത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, ഹോസ്റ്റൽ പരിശോധിച്ചിട്ടുണ്ട്, സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് വാർഡനോട് അന്ന് തന്നെ അന്വേഷിച്ചിരുന്നു. 19-ാം തീയതി നമുക്ക് എഴുതി തന്നു. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നടന്നതായിട്ട് ഒരു കുട്ടിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എഴുതി തന്നു. 20-ാം തീയതി വീണ്ടും നമ്മളൊന്നും കൂടി ചോദിച്ചു. അവിടെ എന്തോ അടിപിടി കശപിശകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അറിയില്ല എന്നും പറഞ്ഞു. ഡീറ്റെയിൽ എൻക്വയറി അപ്പം തന്നെ നമ്മൾ കൊടുത്തു. 130-ലേറെ കുട്ടികൾ. ഇതൊരു മാനസിക പ്രശ്നമാണ്. കാരണം ഒരു അടി നടക്കുമ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സിനോട് പറഞ്ഞില്ല, അധ്യാപകരോട് പറഞ്ഞില്ല, അസിസ്റ്റന്റ് വാർഡന്മാരോട് പറഞ്ഞില്ല, അവിടുത്തെ മെസ് ലേബറേഴ്സിനോട് പറഞ്ഞില്ല. ഈ നാട്ടിലുള്ള എല്ലാ 750ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പാരൻസും ഇതറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയാതിരുന്നതിൻ്റെ കാരണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളിതിൽ ഇറങ്ങിയത്.
കോളേജിലേക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കോളേജിലേക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ 21-ാം തീയതി നാഷണൽ ആൻറ്റി റാഗിങ് സെല്ലിൽ നിന്നും ഒരു പരാതി കിട്ടി. 20-ാം തീയതി SI ഓഫ് പോലീസ് വൈത്തിരി നമുക്കൊരു കത്ത് തന്നു. ഈ കുട്ടിക്ക് റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യകതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റാഗിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് 24 മണിക്കൂറിനുള്ളിൽ പറയാം, 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ പോലീസിലെത്തിക്കണം. ഉടനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ 700 കുട്ടികളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഓരോ 5 കുട്ടികൾക്കും അഡ്വൈസർമാരുണ്ട്. ആ അഡ്വൈസർമാർ വഴി അന്വേഷിച്ചു. 21-ന് കളക്ട് ചെയ്തു. 22-ന് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ അധികം കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നു. അതോടൊപ്പം തന്നെ 21-ാം തീയതി 12 കുട്ടികളുടെ പേര് വെച്ചിട്ട് 21-നും 22-നും നാഷണൽ ആൻറ്റി റാഗിങ് സെല്ലിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ആദ്യ വിവരം കിട്ടുന്ന അവിടെ നിന്നാണ്. പോലീസ് അന്വേഷണത്തിൻ്റെ വിവരം 20-ാം തീയതിയാണ് കിട്ടുന്നത്. മർദ്ദനം നടന്നു നമ്മൾ അറിഞ്ഞിട്ടില്ല. മർദ്ദനം നടന്നത് ആരും അറിയിച്ചിട്ടില്ല, ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ആക്ഷൻ എടുക്കുക? ഡീനിന് ഇത് വാർഡൻ എന്നുള്ള ഒരു പദവി മാത്രമാണ്. ഡീൻ ഇതിലെ അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ടല്ല. ഇതിലൊരു പോളിസി തീരുമാനം എടുക്കണം. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിലെ ഡീൻ MK നാരായണൻ സംസാരിച്ചാണ്. തത്സമയം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന കാര്യം അദ്ദേഹം അക്കമിട്ട് നിരത്തി പറയുകയായിരുന്നു.